ഹലോ. അങ്ങനെ ഒരു ദീപാവലിയും കൂടെ കഴിഞ്ഞു. വിജയുടെ സിനിമ ഇല്ലാതെ. സാധാരണ നമുക്കറിയാം തമിഴ്നാട്ടിൽ ഈ ദീപാവലിയൊക്കെ അനുബന്ധിച്ച് വിജയുടെ സിനിമകൾ ഇറങ്ങുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഈ പറഞ്ഞ ടി.വി.കെയുടെ ഭാഗമൊക്കെ അതിന് ശേഷം ജനനായകനാണ് അവസാന സിനിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ശേഷം അറിയില്ല, ഇപ്പോഴത്തെ ഒരു നമുക്കുള്ള അറിവ് ജനനായകന് ശേഷം അദ്ദേഹം സിനിമ ചെയ്യില്ലായിരിക്കും എന്ന് കരുതും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയാണ്. അപ്പോൾ നമുക്ക് ഈ റീസെൻ്റ്ലി ഉണ്ടായ പ്രശ്നങ്ങൾ അറിയാമല്ലോ, കരൂരെ ആ ഒരു അപകടം. അത് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇമേജിനെ ഭയങ്കരമായിട്ട് ബാധിച്ചു. മെയിനായിട്ട് രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിലാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. കാരണം ആ ദുരന്തം നമുക്കൊക്കെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അത്. പക്ഷെ അതിന് രണ്ട് വശങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും ഒക്കെ കോർഡിനേഷൻ്റെ പ്രശ്നവും ഈ പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള വിഷയങ്ങളൊക്കെ കാണിച്ചാണ് രാഷ്ട്രീയം സംസാരിക്കുന്നത്. നമ്മളതൊന്നും സംസാരിക്കാൻ അതിലേക്ക് പോകുന്നില്ല. ഇത് വിജയുടെ സിനിമ ജനനായകൻ ഇനി ഈ സിറ്റുവേഷനിൽ ഇറങ്ങിയാൽ അത് വിജയിക്കുമോ, പൊട്ടിപ്പോകും എന്നൊക്കെയാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ കമൻട്രികളൊക്കെ കണ്ടിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതാണ്. ഒരു കാര്യം നിങ്ങൾ അറിയേണ്ട, വിജയുടെ സിനിമ പൊങ്കലിന് റിലീസാകും തന്നെ ഇപ്പോഴത്തെ ഇൻഫർമേഷൻ വെച്ചിരിക്കുന്നത്. അവരാകെ ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ദീപാവലിക്ക് പോസ്റ്ററുകളോ അങ്ങനത്തെ പ്രൊമോഷൻ മെറ്റീരിയലോ ഒന്നും ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ അവർ ഇതുവരെയുള്ള കൺഫർമേഷൻ വെച്ച് ആ സിനിമ ഇറങ്ങുമെന്നാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തതിൽ പോലും അതിൻ്റെ മാറ്റമൊന്നും അറിയിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും പൊങ്കലിന് വിജയുടെ സിനിമ ഉണ്ടാകുന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം. ഈ സിനിമ ഹിറ്റാകുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. ഈ കരൂർ ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ചർച്ചയാണുള്ളത്, ഹിറ്റാകുമോ ഇല്ലയോ എന്നുള്ള ചർച്ച നടക്കുന്നത്. പക്ഷേ ഇതേ കാര്യം വേറൊരു രീതിയിൽ മലയാളത്തിൽ സംഭവിച്ച ഒരു കാര്യം പറയാം. നമ്മുടെ മലയാളത്തിൽ ഇതേ കോണ്ടാക്ട്സ് അല്ല, പക്ഷേ ഒരു ഇഷ്യൂ ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ അത് അയാളുടെ സിനിമ റിലീസ് ഹിറ്റാകുമോ ഇല്ല എന്നുള്ളൊരു കാര്യം മലയാളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം, ദിലീപില്ലേ, അദ്ദേഹത്തിൻ്റെ കേസ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നടക്കുകയും മാധ്യമങ്ങളിൽ കൂടെ അദ്ദേഹത്തെയൊക്കെ ഇവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വീഡിയോസും ഒക്കെ നമുക്ക് കണ്ടതാണല്ലോ. അങ്ങനെയൊക്കെ ഈ കേസൊക്കെ കത്തി നിൽക്കുന്ന സമയത്താണ് രാമലീല സിനിമ റിലീസാകുന്നത്. അത് അരുൺ ഗോപിയുടെ ഫസ്റ്റ് പടമാണ്. ആ സമയത്ത് പക്ഷേ സിനിമ നല്ലതായതുകൊണ്ട് ആ സിനിമ ഹിറ്റായില്ലേ. അതിനെ ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ടും അതിൻ്റെ സിനിമ നമ്മൾ കാണാൻ പാടില്ല, ആ സിനിമ നമുക്ക് ബഹിഷ്കരിക്കണം എന്നൊക്കെയുള്ള സോഷ്യൽ മീഡിയ ഒത്തിരി സംഭവങ്ങളൊക്കെ വന്നു. കുറ്റാരോപിതനാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒത്തിരി ചർച്ചകളും അന്നൊക്കെ നടന്നിരുന്നു. പക്ഷെ ആ സിനിമയെ ബാധിച്ചില്ല. അത് സിനിമ നല്ലതായതുകൊണ്ട് കാണോ. ദിലീപിൻ്റെ സിനിമയായതുകൊണ്ട് ദിലീപിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എല്ലാവരും പോയി കണ്ടതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സിനിമ നല്ലതായതുകൊണ്ട്, മോശം സിനിമയാണെങ്കിൽ അത്രയൊന്നും ആൾക്കാർ കാണില്ല. ഇത് ഇങ്ങോട്ട് വന്ന ഈ വിജയുടെ ഇൻസിഡൻറ്റിലേക്ക് വന്നത് കുറച്ചുകൂടെ സീരിയസ് ആയ വലിയൊരു കുറേ പേരുടെ ജീവനൊക്കെ നഷ്ടപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ അത് കുറച്ചുകൂടെ സീരിയസ് ആയ ഇഷ്യൂ ആണ്. പക്ഷേ ഈ സിനിമ എന്ന രീതിയിലേക്ക് വരുമ്പോഴത്തേന് അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തെ ബ്രാൻഡായിട്ടാണല്ലോ ഇപ്പോഴും തമിഴ്നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന ചെറുപ്പക്കാർ ഏറ്റവും ഇടിച്ചു കയറുന്ന ഒരു മുഖമാണ് അദ്ദേഹത്തിൻ്റെ. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സിനിമ റിലീസായാൽ പരാജയപ്പെടില്ല എന്നാണ് തമിഴിലെ മെജോറിറ്റി ആൾക്കാരെല്ലാം സംസാരിക്കുന്നത്. നമുക്ക് ഈ ഉണ്ടായ അപകടമൊക്കെ വെച്ചുള്ള കുറച്ച് ഒരു പ്രതിഷേധങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയപരമായിട്ടൊക്കെ ഉണ്ടാകാൻ റിലീസിനെ സംബന്ധിച്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ ഇതിനെ ബാധിക്കില്ലെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, അതിൻ്റെ തിയേറ്റർ റൈറ്റ്സ് കഴിഞ്ഞതൊക്കെ വിറ്റുപോയി. അത് തമിഴ്നാട്ടിൽ ഇതുവരെ ഇറങ്ങിയതിനകത്ത് ഏറ്റവും വലിയൊരു തുകയ്ക്കാണ് ആ തിയേറ്റർ റൈറ്റ്സ് വിറ്റുപോയെന്നാണ് പറയുന്നത്. അതൊരു കാര്യം, വിജയുടെ അവസാനത്തെ പടം എന്ന് പറയുന്നതുകൊണ്ട് കൂടി ആൾക്കാരെന്ന് അത് കണ്ടേക്കാം എന്ന് കരുതുന്ന ഒരു ആളുകൾ കുറേ പേര് കാണും. പ്രത്യേകിച്ച് ഫാൻസ് എന്തായാലും പോയി കാണുമല്ലോ. അദ്ദേഹത്തിൻ്റെ ഫാൻസിൻ്റെ ഒരു പവർ നമ്മൾ രാഷ്ട്രീയ ഇതൊക്കെ കാണുന്നത് കൂടുതലും നമുക്ക് ഫാൻസിൻ്റെ ഒരു സപ്പോർട്ട് തന്നെയാണ്. അത് സ്വാഭാവികമായിട്ട് അവർ കാണും. ഈ ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തുള്ള ചർച്ചകളും പ്രശ്നങ്ങളും കുറച്ച് വഴക്കും കാര്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സിനിമ നല്ലതാണെങ്കിൽ ഇത് ഓടും. സിനിമ മോശമാണെങ്കിൽ എന്തായാലും ഇതിനൊരു വിധി അത് ഫാൻസ് കാണുന്നതല്ല, അതിനപ്പുറത്തേക്കൊന്നും വലിയൊരു ചേഞ്ച് ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വിജയുടെ ജനനായകൻ എന്ന സിനിമ തമിഴകം അല്ലെങ്കിൽ ആളുകൾ കാണുകയോ ഹിറ്റാകുമോ, പിന്നെ വിജയ് ജനനായകൻ ആകുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.